ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2015 ശേഷമുള്ള പുതിയ XC90 സീരീസ് എല്ലാ XC90ക്കും കോമൺ ഉള്ള ഒരു ഇഷ്യൂ ആണ്. ഒരു 60 to 1 lakh കിലോമീറ്ററിലൊക്കെ സ്റ്റിയറിംഗ് ബോക്സ് ടൈറ്റ് ആവും. അതായത് സ്റ്റിയറിംഗ് മാനുവൽ സ്റ്റിയറിംഗ് പോലെ ടൈറ്റ് ആവുന്ന ഇഷ്യൂ. അപ്പോൾ അതിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ബെൽറ്റ് കട്ടായി പോവുക, അല്ലെങ്കിൽ ഉള്ളിൽ റസ്റ്റ് ഫോർമേഷൻ വന്നിട്ടുള്ള മോട്ടർ സ്റ്റക്ക് ആവുക, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് റാക്കിനുള്ളിൽ മോയ്സ്ചർ കണ്ടന്റ് വന്നിട്ട് നോയ്സ് വരിക, ഇങ്ങനെയൊക്കെ ഇഷ്യൂ കൊണ്ടാണ് ഈ ബെൽറ്റ് കട്ടാവുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മാക്സിമം കംപ്ലൈൻറ്റ് ഒഴിവാക്കുക, പിന്നെ അത് വന്നാൽ ഇങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാന്നുള്ളത് നമ്മളിന്ന് കാണിക്കുന്നത്. കോമൺലി ഡീലർഷിപ്പിലെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഫുള്ളി കൊണ്ട് സ്റ്റിയറിംഗ് ബോക്സ് മാറാണ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ചൈൽപ്പാട് എല്ലാം എടുത്തിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറേ വെഹിക്കിൾസായി കോമണായി കാണുന്നത് ഡീലർഷിപ്പിൽ ഇപ്പോൾ അറൗണ്ട് ഒരു 1,20,000 ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നത്, പ്ലസ് സോഫ്റ്റ്വെയറും കൂടി വരുന്നുണ്ട്. നമുക്ക് പകുതിയിൽ നമുക്ക് റേറ്റിൽ മാക്സിമം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എവരി 10,000 സർവീസിൽ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ സർവീസിൽ നമ്മൾ കോമൺലി അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ബൂട്ടുകളൊക്കെ ചെക്ക് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ കുറച്ച് വെള്ളമുള്ള ഏരിയയിൽ കൂടിയോ അല്ല വണ്ടി വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ മൈനറായിട്ടുള്ള ലീക്കോ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ റെസ്റ്റ്